ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്നലെ കർമ്മം എന്താണ്, കർമ്മത്തിനനുസൃതമായി സംസ്കാരങ്ങളും വാസനകളും പരമ്പരയായി എങ്ങനെ ഉണ്ടാകുന്നു, കർമ്മത്തിൻ്റെ തത്വത്തെ എന്തിന് അഥവാ എന്തുകൊണ്ട് നമ്മൾ അറിയണം, ഈ വക വിഷയങ്ങളാണ് ആലോചിച്ചത്. അവസാനം പറഞ്ഞു വെച്ചത് ഏതൊരു കരണത്തെ കൊണ്ട് നാം ചെയ്യുന്ന എന്ത് പ്രവൃത്തി രൂപത്തിനും നിശ്ചയമായും അതിനനുസൃതമായ സംസ്കാരമുണ്ടാവും. സംസ്കാരം വാസനയായി പരിണമിച്ചാൽ അതിനനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും. അതിന് വീണ്ടും സംസ്കാരം, അതിനാകട്ടെ വീണ്ടും വാസന. ഇങ്ങനെ വിശ്രമമില്ലാതെ കർമ്മചക്രം മുന്നോട്ട് പോകും. നമ്മൾ കർമ്മബന്ധനത്തിൽ അകപ്പെടും. അവിടെയാണ് ഒരു സംശയം വന്നത്. ഈ കർമ്മചക്രത്തിൽ നിന്ന് മോചനമില്ലേ? എപ്പോഴും കർമ്മബദ്ധരായി തന്നെ കഴിയണമോ നമ്മൾ? എന്തുണ്ട് മോചനമാർഗം? ഇതാലോചിക്കുമ്പോഴാണ് വാസ്തവത്തിൽ കർമാചരണം ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന മനോഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മളെ നിബന്ധിക്കുന്നത് കർമ്മങ്ങളല്ല, നമ്മൾ അനുഷ്ഠിക്കുന്ന ചെയ്യുന്ന ക്രിയാരൂപങ്ങളല്ല, മറിച്ച് കർമാചരണത്തിലുള്ള നമ്മുടെ മനോഭാവമാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങുന്ന വിഷയം. കർമാചരണത്തിൽ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? നമ്മളെ ബന്ധിക്കുന്നത് വാസ്തവത്തിൽ കർമ്മത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള സംഘമാണ്. സംഘം.
ഇത് ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഫലം എനിക്ക്, ഞാൻ ചെയ്യുന്നത് തന്നെ ഇന്നിന്ന ഫലത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന ഫലത്തെ ലഭിക്കാൻ ഞാനിതാ ഇന്ന കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ അഹങ്കാരം, മമത്വം, ഞാൻ എന്നുള്ള, എൻ്റെ എന്നുള്ള ഈ രണ്ട് സംഘങ്ങൾ, ഇതാണ് വാസ്തവത്തിൽ നമ്മളെ കർമ്മത്തിൽ ബന്ധിക്കുന്നത്. ക്രിയകളിലൂടെ നമ്മൾ എന്തുദ്ദേശിക്കുന്നു? അത് ലഭിക്കുമ്പോൾ സന്തോഷം, ലഭിച്ചില്ലെങ്കിൽ ദുഃഖം, വിഷാദം. ലഭിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധം. ഇങ്ങനെ പല ഭാവവികാരങ്ങളും മമത്വത്തിന്റെ ഫലമായി നമുക്ക് വന്നു ചേരും. നമ്മൾ ഉദ്ദേശിച്ച ഫലസിദ്ധിക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ അയാളുടെ ഒരു പ്രത്യേക മമത്വ ബന്ധം. ആരെങ്കിലും എതിര് നിന്നാൽ ദ്വേഷം, വിരോധം. ഇങ്ങനെ നാനാവിധ വികാരങ്ങൾ കർമ്മസംബന്ധിയായി നമ്മളിൽ ജനിക്കുന്നു. ഇതിനൊക്കെ കാരണം കർമ്മങ്ങളിലുള്ള സംഘമാണ്, മമത്വ സംഘം. എൻ്റെ 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 എന്നുള്ള സംഘം. നമുക്കറിയാതെ പലതിൽ ഈ സംഘം ഉണ്ടാവും. എന്തിനോടൊക്കെ ബന്ധപ്പെടുന്നുവോ അറിയാതെ എൻ്റെ 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 എന്ന് തോന്നുകയായി. എൻ്റെ അത്, എൻ്റെ ഇത്. ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ എൻ്റെ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ചിന്തിക്കുക. ഈ ശരീരത്തിൽ പോലും പൂർണ്ണമായ എൻ്റെ എന്ന് പറയാൻ നമുക്ക് ആർക്കും അർഹതയില്ല. ശരീരത്തിലുള്ള എൻ്റെയുടെ പിന്തുടർച്ചയായിട്ടാണല്ലോ മറ്റെല്ലാ എൻ്റെകളും വരുന്നത്. എല്ലാ എൻ്റെകളും ശരീരത്തിലുള്ള എൻ്റെയുടെ തുടർച്ചയായി നമുക്ക് വരുന്നു. ഈ ശരീരത്തിലുള്ള എൻ്റെ തന്നെ എത്ര അർത്ഥരഹിതമെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് എപ്പോഴും സുഖം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. രോഗങ്ങളും ക്ലേശങ്ങളും മരണവും ഒന്നും ഉണ്ടാവണ്ട എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴും സുഖം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് എപ്പോഴും സുഖം ഉണ്ടാവണുണ്ടോ? ഇല്ല. നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ പദവികളോ കിട്ടിയാൽ സുഖം ഉണ്ടാവും. അത് കിട്ടി നോക്കുമ്പോഴേ അതിന്റെ പൊല്ലാപ്പുകൾ അറിയും. അതെ, ഇന്നത്തെ പത്രത്തിൽ രസകരമായൊരു പരാമർശം വായിച്ചു. എന്നേക്കാൾ കുറച്ചാണ് മോദി ഉറങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും കുറച്ചുറങ്ങുന്ന മനുഷ്യനെന്നാണ് ലോകത്തിൽ. പക്ഷെ എന്നേക്കാൾ കുറച്ചുറങ്ങുന്ന ആളാണ് മോദി എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുക. മനുഷ്യൻ ആകെക്കൂടി ഒരു സുഖം കിട്ടുന്ന പരിപാടി ഉറക്കമാണ്. സുഖമായിട്ടൊന്ന് ഉറങ്ങുക, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവർക്കതിന് സാധിക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ വലിയ സുഖമാണ്.
അവരുടെ കൊല്ലാപ്പും കഷ്ടപ്പാടും അവർക്കല്ലേ അറിയൂ. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഷ്ടപ്പാട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ 100 ഇരട്ടി ഉണ്ടാവും അമേരിക്കൻ പ്രസിഡന്റിന്റെ കഷ്ടപ്പാട്. നമുക്കറിയില്ല. മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിന് കുറച്ച് സമാധാനമായിട്ടുണ്ടാവും. കാരണം എന്നേക്കാൾ കുറച്ചാണല്ലോ ഇയാള് ഉറങ്ങണത്. എന്നേക്കാൾ കുറച്ചുറങ്ങുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ എന്ന്. പല ലബ്ധിയിലും സുഖം ഉണ്ടാവും നമ്മൾ വിചാരിക്കുമില്ല. ഇപ്പൊ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് സുഖം ലഭിക്കുന്നില്ല. ദുഃഖവും രോഗവും ക്ലേശവും വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ദുഃഖവും ക്ലേശവും രോഗവും വരുന്നു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ എൻ്റെ മുമ്പൊരാള് അയാളെ വീട്ടിലേക്ക് വിളിച്ചു. സ്വാമി എൻ്റെ വീട്ടിൽ വരണം. വളരെ സന്തോഷം. ഒരാൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും തരുന്ന ഉറപ്പാണല്ലോ. വലിയ സന്തോഷം. ഞാൻ പോയി. ഞങ്ങൾ 2 പേരും കൂടെ നടന്നു. ഗേറ്റ് കടന്ന് വലിയൊരു നടയുണ്ട് അയാളെ വീട്ടിലേക്ക്. 2 ഭാഗത്തും ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അവർ നടക്കുമ്പോഴാണ് ഒരു സ്ത്രീ എതിരെ വരുന്നത്. സ്വാമി അതെൻ്റെ ഭാര്യയാണ്. വളരെ സന്തോഷം. അടുത്തെത്തി. ഇതാ ഞാൻ പറയാറില്ലേ ചിദാനന്ദപുരി സ്വാമി, അദ്ദേഹമാണ്. അവര് മുഖം കോട്ടി നടന്നു പോയിട്ടുണ്ട്. അവിടെ കാണിക്കാൻ വയ്യ. ഇയാൾ നോക്കി, സ്വാമി ഇത് വല്ലതും കാണുന്നുണ്ടോ? ഏയ് സ്വാമി ഒന്നും കാണില്ല. സ്വാമിക്ക് ലോകത്തിലൊന്നും അറിയില്ല. ആകാശത്ത് പൊട്ടി വീണതാ. നേരെ മുറ്റത്തേക്ക് കയറി, കുറച്ച് സ്റ്റെപ്പ് കയറി. അവിടെ ഉമ്മറത്ത് തന്നെ ഒരു മുറിയിൽ വാതിൽ തുറന്ന് കയറി. അവിടെ ഒരു സോഫയിൽ തലകുത്തം മറിയുന്നുണ്ട് ഒരുത്തൻ. സ്വാമി അതെന്റെ മകനാണ്. അവനോട് ഇയാൾ പറഞ്ഞു, എടാ ചിദാനന്ദപുരി സ്വാമി വന്നിട്ട്, വന്ന് നമസ്കരിക്ക്. അവനൊരു പോക്ക് പോയിട്ടുണ്ട്. അപ്പോഴും അയാൾ ഇടകണ്ണിട്ട് നോക്കി, സ്വാമി ശ്രദ്ധിക്കുന്നുണ്ടോ? ഏയ് സ്വാമി ഇതൊന്നും കാണില്ല. സ്വാമിക്ക് ഇതൊന്നും അറിയില്ല, ഈ ലോകത്തിലൊരു വ്യവഹാരങ്ങൾ. കുറച്ചു നേരം കഴിഞ്ഞപ്പം വേറൊരാള് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരികയാണ്. അയാളെ കാണുന്ന സമയത്ത് തന്നെ ഇയാളുടെ മുഖം വിവർണമാകുന്നു. അയാൾ മുറ്റത്തേക്ക് കയറിയപ്പോൾ ഇയാൾ അട്ടഹസിച്ചു. നിന്നോടല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ത്? ഇയാൾ പറയുന്നത് ചോദിക്കുന്നത് ശ്രദ്ധിക്കാതെ അയാൾ നേരെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോഴും ഇയാൾ ഇടകണ്ടിട്ട് നോക്കി, സ്വാമി വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല, സ്വാമിക്കൊന്നും അറിയില്ല. ഒറ്റ ചോദ്യം മാത്രമേ ഇവിടെ ശേഷിക്കുന്നുള്ളൂ. ഇയാൾ പറഞ്ഞ പോലെ ആരും അനുസരിക്കുന്നില്ല അവിടെ. ഇയാൾ വരൂന്ന് പറഞ്ഞവരൊന്നും വരുന്നില്ല. ഇയാൾ വരണ്ട എന്ന് പറഞ്ഞവര് ഒക്കെ വരുന്നു. എന്നിട്ടും ഇയാൾ പറയുകയാണ് എൻ്റെ വീടെന്ന്. എന്തർത്ഥമുള്ളത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു നിമിഷം. ഇതുപോലെയല്ലേ നമ്മുടെ ശരീരം? രോഗങ്ങൾ വരണ്ടെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, രോഗങ്ങൾ വരുന്നു. ദുഃഖങ്ങൾ വേണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ദുഃഖങ്ങൾ വരുന്നു. മരണം വരണ്ടെന്ന് ആഗ്രഹിക്കുന്നു, മരണം വരുന്നു. സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നു, സുഖം വരുന്നില്ല. എന്നിട്ട് നമ്മൾ പറയും ഞാൻ എൻ്റെത്, ഒരധികാരം ഇല്ലാത്തതിൽ. അപ്പൊ ചോദ്യം, അപ്പൊ പിന്നെ ഞാൻ എൻ്റേത് പറയരുതോ? ഇതിനെ പരിപാലിക്കരുതോ? തീർച്ചയായിട്ടും പരിപാലിക്കണം. എത്ര നന്നായി ശരീരത്തെ പരിപാലിക്കാമോ അത്രയും നന്നായി പരിപാലിക്കണം. പക്ഷേ നമ്മുടെ മനോഭാവം ഒരു ട്രസ്റ്റിയുടെ മനോഭാവമായിരിക്കണം. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടർ
പല നിയമങ്ങളും എഴുതി വയ്ക്കും. ഇന്ന പോലെ വേണം ഈ ട്രസ്റ്റ് നടത്താനെന്ന്. അതുപോലെ നടത്താനേ ട്രസ്റ്റികൾക്ക് അധികാരമുള്ളൂ. അതിനപ്പുറം ഇപ്പുറം ചെയ്യാൻ അധികാരമില്ല. അതുപോലെ നമ്മളൊക്കെ ഈ ശരീരത്തെ സംബന്ധിച്ച് ട്രസ്റ്റികളാണ്, ഉടമസ്ഥന്മാരല്ല. ട്രസ്റ്റി ഉടമസ്ഥനും വ്യത്യാസമുണ്ട്. നടത്തിപ്പിന് വിശ്വാസം ഏൽപ്പിക്കപ്പെട്ടവൻ, അവനാണ് ട്രസ്റ്റി. നടത്തിപ്പിന് വേണ്ടി വിശ്വാസം ഏൽപ്പിക്കപ്പെട്ടവന് അതിനെ സൃഷ്ടിച്ചവൻ എഴുതി വെച്ച നിയമങ്ങളെ പാലിക്കാൻ മാത്രമേ കഴിയൂ. ഇത്ര വെള്ളം കൊടുത്തോളൂ, വെള്ളം കൂടി കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നാനാവിധ രോഗങ്ങൾ വരും. കൂടുതൽ കുടിച്ചാലും പ്രശ്നമാണ്. ഇത്ര ഭക്ഷണം കഴിച്ചോളൂ, കൂട്ടിയാലും കുറച്ചാലും കുഴപ്പാ. ഇത്ര ഉറങ്ങിക്കോളൂ, കൂട്ടിയാലും കുറച്ചാലും കുഴപ്പാ. ഇങ്ങനെ ഈ ദേഹത്തെ പരിപാലിക്കാനേ നമുക്ക് കഴിയൂ. ഇതല്ലേ സത്യം? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. പക്ഷെ ഇതൊന്നും നമ്മൾ ഓർമ്മിക്കാറില്ല. എന്നെ ഞാൻ കാണിച്ചു തരാം, എന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാറ്റ് ചിലപ്പോൾ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ആരെ പാഠം പഠിപ്പിക്കാനാണ്? ഇതൊന്നും നമ്മൾ ഓർമ്മിക്കാറില്ല. ഇതാണ് സത്യം. ശരീരത്തിൽ പോലുമുള്ള എൻ്റെ എന്നുള്ള വ്യവഹാരത്തിൽ അർത്ഥമില്ലെങ്കിൽ പിന്നെ മറ്റു എൻ്റെകളിൽ എന്ത് പറയാനാണ്? എന്നാലും നമ്മൾ പറയും ഇതിൻ്റെ ഫലം എനിക്ക് തന്നെ, ഇതെൻ്റെ കർമ്മം. ഈ എൻ്റെ എന്നുള്ള മമത്വമാണ് നമ്മളെ ബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഫലകാമനയോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കിട്ടണം, അത് കിട്ടണം. അങ്ങനെ വിചാരിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, ചിലപ്പോൾ സന്തോഷം കൊണ്ട് നശിക്കും. മുമ്പൊരിക്കൽ ഒരു വളരെ ദരിദ്രനായൊരു ചായ കച്ചവടക്കാരനുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ. അന്ന് ഈ ലോട്ടറിക്ക് ഒന്നാം സമ്മാനം 1 ലക്ഷം രൂപയാണ്. ഇന്നത്തെ പോലെ കോടിയൊന്നുമില്ല. 65 ലക്ഷം, 1 കോടി അതൊന്നുമില്ല. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. അക്കാലമാണ്. ഇയാൾക്ക് എന്തായാലും ലോട്ടറി ടിക്കറ്റ് അടിച്ചു, ഒന്നാം സമ്മാനം. ഇയാൾ ചായ ഒഴിക്കുന്ന സമയത്ത് ആ വാർത്ത വന്നത്. സന്തോഷം കൊണ്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞു. വായി പൊളക്കൽ പിന്നെ പൊട്ടിയിട്ടില്ല. പിന്നെ മക്കളാണ് അടപ്പിച്ചത്. എന്നിട്ട് കെട്ടുന്നതിന് മുമ്പായിട്ട് തുണി കെട്ടണ, വെള്ളത്തുണി കൊണ്ട് കെട്ടുന്നതിന് മുമ്പായിട്ട് വായ അടപ്പിച്ചത് മക്കളാണ്. ഇത് കഥയല്ല. ലബ്ധിയിൽ ഹർഷം കൊണ്ട് നശിക്കുന്നു, അലബ്ധിയിൽ വിഷാദം കൊണ്ട് നശിക്കുന്നു. ആരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധം കൊണ്ട് നശിക്കുന്നു. എന്തായാലും നാശം തന്നെ. എന്തേ കാരണം? ഇവിടെയാണ് കർമ്മത്തോടുള്ള നമ്മുടെ മനോഭാവം, ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം, അതാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ലളിതമായ സത്യമുണ്ട്. വളരെ ലളിതമായ ഒരു സത്യം. അത് നമുക്കെല്ലാവർക്കും കർമ്മത്തിലേ അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരമില്ല എന്നതാണ്. അതെ, ഭഗവാൻ സുവ്യക്തമായി തൻ്റെ ഗീതോപദേശത്തിൽ പറയും, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭോ മാ തേ സംഗോസ്ത്വകർമ്മണേ. കർമ്മണി ഏവ അധികാരഃ തേ. നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ, കർമ്മത്തിൽ തന്നെയേ നിനക്ക് അധികാരമുള്ളൂ. മാ ഫലേഷു കദാചന. ഒരിക്കലും നിനക്ക് ഫലങ്ങളിൽ അധികാരമില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉപദേശിക്കപ്പെടുന്ന സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി വിപുലമായി പറയണം. എന്താ സന്ദർഭം എന്ന് ചോദിച്ചാൽ, ഒരു വിജ്ഞാനിയായ മഹാത്മാവിന്, സർവത്ര സമദർശിയായ മഹാത്മാവിന്
ജീവിതത്തിൽ ഇനി ഒന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ലാത്ത കൃതകൃത്യനായൊരു മഹാപുരുഷന്, ജീവൻ മുക്തന്, അവന് ഒന്നും കർത്തവ്യമായിട്ടില്ല. അവന് ലോകത്തിലും വേദത്തിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കൃതാർത്ഥനാണ്. ഈ വിഷയം ഉപദേശിച്ചു ഭഗവാൻ. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. സർവതഃ സംപ്ലുതോദകേ, എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സ് സങ്കല്പിക്കുക, വെള്ളപ്പൊക്കം, മഴ പെയ്തു, പുഴകളെല്ലാം പൊന്തി, അങ്ങനെ ഇപ്പൊ ഒന്നായിട്ടൊരു ജലപ്പരപ്പ. ഇപ്പൊ പുണ്യനദിയെന്നോ അഴുക്ക് ചാലെന്നോ കിണറെന്നോ കുളമെന്നോ കക്കൂസ് ടാങ്കെന്നോ ഒരു വ്യത്യാസവും ഇല്ല, ഒറ്റ ജലപ്പരപ്പ്. ഈ സമയത്ത് യാവാൻ അർത്ഥ ഉദപാനേ, ഒരാൾക്ക് കിണറിൽ എത്ര താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കുളത്തിൽ എത്ര താല്പര്യമുണ്ട്. ഒരാൾ തോണിയിൽ പോയിട്ട് ഇവിടെയായിരുന്നു എൻ്റെ കുളം എന്ന് പറഞ്ഞ് അവിടെ കുളിക്കുമോ? ഇല്ല. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുക. ഈ സമയത്ത് തോണി പോയിട്ട് ഇവിടെയായിരുന്നു എൻ്റെ കിണറെന്ന് പറഞ്ഞ് അവിടുന്ന് വെള്ളം കോരേണ്ട ആവശ്യമില്ല, എല്ലാ വെള്ളവും ഒരുപോലെ. അവിടെ പുണ്യമോ പാപമോ ഇല്ല, അവിടെ കർത്തവ്യമോ അകർത്തവ്യമോ ഇല്ല. വിധി നിഷേധങ്ങൾക്ക് ഉപരിയാണ് അയാൾ. ഒന്നും കർത്തവ്യമായിട്ടില്ല, അയാൾ സന്യാസ നിഷ്ഠയിൽ കഴിയുന്നു. ഇത് പഠിക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് അർജുനനോ മറ്റോ വിചാരിച്ചാലോ, എന്ത്, ഞാനും ഇതുപോലെയൊക്കെയായി, എനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്ന്. എങ്കിലത് കുഴപ്പമല്ലേ? അത് വിചാരിച്ചിട്ട് അർജുനനോട് ഭഗവാൻ പറയുകയാണ്, എടോ നിനക്ക് കർമ്മത്തിലാണ് അധികാരമെന്ന്. ആ ഭാഗമാണിത്. തത്കാലം നമ്മൾ ആ ബന്ധം മാറ്റി ശ്ലോകം ചിന്തിക്കുന്നു. കർമ്മണ്യേവ അധികാരസ്തേ, നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ, കർമ്മത്തിൽ തന്നെയേ നിനക്ക് അധികാരമുള്ളൂ. സാന്ദർഭികമായി പറയട്ടെ, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്തെന്ന് പോലും അറിയാത്തവര് കവലകൾ തോറും പ്രസംഗിച്ചു നടന്നൊരു ശ്ലോകഭാഗമായത്. ഇപ്പോഴടുത്തൊന്നും അല്ല, 950, 60കളിൽ, 950, 960, 970 കാലഘട്ടങ്ങൾ, അതിനിങ്ങോട്ടില്ല. ഇത് മുഴുവൻ, വൈദിക ശാസ്ത്രങ്ങൾ മുഴുവൻ അന്ധതയാണ്. ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ അന്ധതയാണ്, മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നവയാണ്. ഒരു ക്ഷേത്രം തകർത്ത് അവിടെ കപ്പ വെച്ചാൽ നാട്ടിൽ അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തൊരു കാലമില്ലേ? അതെ. അപ്പോഴല്ലേ വേദം പഠിച്ചവനെ നോക്കി കളിയാക്കിയത്. ചികയുന്നോ ചിരി വരും, ചിതലിനിയും ഉണ്ടെന്നോ, ചിതയിലേക്ക് അവയെടുത്തെറിയു വേഗം. വേദം പഠിക്കുന്ന ആളെ കൊണ്ട് ചങ്ങമ്പുഴ പറഞ്ഞതാ. ചികയുന്നോ, നീ ചികയാണോ? വേദം. ചിരി വരും, കാണുമ്പോൾ തന്നെ ചിരി വരും. നിന്റെ പരിപാടി കാണുമ്പോൾ, ഈ പഴഞ്ചൻ ഓലക്കെട്ട് പരതുന്നത് കാണുമ്പോൾ ചിരി വരും. ചിതൽ ഇനിയും ഉണ്ടെന്നോ, അതാണോ നീ നോക്കുന്നത്? അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണ്? ചിതയിലേക്ക് അവയെടുത്തെറിയു വേഗം. ചങ്ങമ്പുഴ പാടി, ഏറ്റു നമ്മൾ പാടി. പക്ഷെ ഇത് പാടിയ ആൾക്കാർ ഇതേപോലെ ബൈബിൾ ചിതയിലേക്ക് എടുത്തെറിയാൻ പറഞ്ഞില്ല, ഖുർആൻ എറിയാൻ പറഞ്ഞില്ല. അല്ല, ഒന്ന് പറഞ്ഞാൽ അതും പറയേണ്ടതല്ലായിരുന്നു. വിമർശനങ്ങളെല്ലാം ഏകപക്ഷീയങ്ങളായിരുന്നു, നിന്ദകളെല്ലാം ഒരു സമൂഹത്തിന് നേരെ മാത്രമായിരുന്നു. അവിടെ മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രവർത്തിച്ചിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ മുക്കില് പ്രസംഗിച്ച് നടക്കുന്നവർ പറയുമായിരുന്നു, അധ്വാനിക്കുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാൻ വേണ്ടി
തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിദ്ധാന്തമാണിത്. എന്താണ്? കർമ്മണ്യേവധികാരസ്തേ മാ ഫലേഷു കദാചന. പണിയെടുക്കാനേ നിനക്ക് അധികാരമുള്ളൂ, കൂലി ചോദിക്കാൻ അധികാരമില്ല. മുതലാളി എന്താ തരുന്നേച്ചാ വാങ്ങി പോക്കറ്റിൽ ഇട്ടോളുക. ആരാ ഉപദേശിച്ച്? മുതലാളിയാണോ തൊഴിലാളിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭഗവത്ഗീത ഉപദേശിച്ചത് മുതലാളിയാണോ തൊഴിലാളിയാണോ? തൊഴിലാളിയാണ്. മുതലാളി അർജുനനാണ്. തേരാളി അർജുനനാണ്. സാരഥി മാത്രമാണ് ശ്രീകൃഷ്ണൻ, ഡ്രൈവറാണ്. തൊഴിലാളി ഉപദേശിച്ചതാ. എന്നാ ഈ പ്രസംഗിക്കുന്നവൻ ഇതിന്റെ അർത്ഥം വല്ലതും പഠിച്ചുവോ? സംസ്കൃതം പഠിച്ചുവോ? ഇല്ല, ആദ്യം അങ്ങ് പ്രസംഗിച്ചു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, കർമ്മണ്യേവധികാരസ്തേ. നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ. നീ നിന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ചെയ്യൂ. നല്ലപോലെ പഠിക്കൂ വിദ്യാർത്ഥികൾ. ഗൃഹസ്ഥാശ്രമം പുലർത്തുന്നവര് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ നല്ലപോലെ പാലിക്കൂ. ഓരോരുത്തരും അവനവന്റെ ആശ്രമധർമ്മത്തെ പാലിക്കൂ. ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ, കർമ്മം ചെയ്യാൻ. മാ ഫലേഷു കദാചനാപി അധികാര. ഫലങ്ങളിൽ ഒരിക്കലും നമുക്ക് അധികാരമില്ല. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ. ഇവിടെ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നാളങ്ങൾ ഉയരുന്നു. എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ആ അഗ്നിനാളം ഒന്ന് തൊടാം. അവിടെ വിരല് വയ്ക്കാം. അവിടെ വിരൽ വെക്കാതെ ഇവിടെ തന്നെ ഇരിക്കാം. പക്ഷേ അവിടെ വിരൽ വെച്ചാൽ പൊള്ളും എന്നുള്ളതിൽ എനിക്ക് അധികാരമുണ്ടോ? ഇതിൽ എനിക്ക് അധികാരമുണ്ട്, ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. അതെ. അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് വണ്ടേ പോയി കയറി തലകുത്തനെ ചാടാൻ എനിക്ക് അധികാരമുണ്ട്. ചാടാതിരിക്കാം, ചാടാം. പക്ഷെ അവിടുന്ന് ചാടി കഴിഞ്ഞാൽ തല പൊട്ടി ചത്തുപോവും, അല്ലെങ്കിൽ നട്ടെല്ല് പൊട്ടിയിട്ട് അരയ്ക്ക് താഴോട്ട് സ്വാധീനം ഇല്ലാണ്ട് കിടക്കും. ഇതിലെനിക്ക് അധികാരമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ. ഇതൊരു സത്യമാണ്. ഇതിനപ്പുറത്തുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റിപ്പോയി. ഫലത്തിൽ നമുക്ക് അധികാരമില്ല. ഫലത്തിൽ നമുക്ക് അധികാരം കർമ്മദ്വാരേണയാണ്. അതുകൊണ്ട് നല്ലോണം കർമ്മം ചെയ്തോളൂ, നല്ലോണം ഫലം ഉണ്ടാവും. അല്ല, കർമ്മം മോശമായോ ഫലവും മോശമാവും. അപ്പൊ നമുക്ക് ഫലത്തെ നന്നാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കർമ്മത്തെ നന്നാക്കുക. നമ്മളെ മേഖല ഏതാണോ, കൃഷിക്കാരാണോ നല്ലോണം കൃഷി ചെയ്യാം, കച്ചവടക്കാരാണോ നല്ലോണം കച്ചവടം ചെയ്യാം, മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണോ ശുദ്ധമായ സ്ഥാപനത്തിനോട് കൂറോടുകൂടി ജോലി ചെയ്യാം. ചെയ്യുന്ന ജോലി കുശലതയോടുകൂടി ചെയ്യാം. ആരെയും കാണിക്കാനല്ല, ചെയ്യാനുള്ളത് കർത്തവ്യം ഭംഗിയായി ചെയ്യാം. കർമ്മം നന്നായാൽ ഫലവും നന്നാവും. പലപ്പോഴും നമ്മൾ കർമ്മത്തെ നന്നാക്കുന്നതാണോ ഏറെ ആലോചിക്കാറല്ല, ഫലത്തെ നന്നാക്കുന്നതാണോ ആലോചിക്കാറ്. തൊഴിൽശാലകളിൽ പോയി കഴിഞ്ഞാൽ, വിദ്യാലയങ്ങളിൽ അധ്യാപകര് ഒത്തുചേരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ജീവനക്കാർ ഒത്തുചേരുമ്പോൾ അവർ കൂടുതൽ പറയാറ് എങ്ങനെ ജോലി നമുക്ക് നന്നാക്കി തീർക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ ജോലി നന്നായി ചെയ്ത് രാഷ്ട്രത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണോ ചർച്ചാ വിഷയം. അല്ല, കൂലി കൂടില്ലേ, ശമ്പളം എപ്പോഴാ കൂട്ടണത്, DA കൂടാനുള്ള വല്ല വകുപ്പുണ്ടോ, എന്തൊക്കെയാ വർത്തമാനങ്ങൾ, ഇതല്ലേ അധികം പറയുക. ഏതാ പറയുക? ചിന്തിക്കുക. അടിസ്ഥാനപരമായി കർമ്മത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം, ഫലത്തിലല്ല. ഫലം സ്വാഭാവികമായ പ്രകൃതി നിയമം അനുസരിച്ച് ലഭിക്കും. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ കർമ്മബദ്ധരാവില്ല. എന്തുകൊണ്ട്? ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു.
എൻ്റെ ഭാഗം ഞാൻ ഭംഗിയായി ചെയ്തു. എൻ്റെ ഭാഗത്ത് ഒരു ലോപം വന്നിട്ടില്ല. അത്രയല്ലേ എനിക്ക് സാധിക്കൂ. ഒരു ന്യൂനതയും വന്നിട്ടില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രവർത്തിച്ചു. അത്ര എനിക്ക് സാധിക്കൂ. ഫലം വരട്ടെ വരാതിരിക്കട്ടെ. ശാന്തമാണ് മനസ്സ്. നേരെ മറിച്ച് ഫലകാമനകളാൽ ബന്ധിക്കപ്പെട്ട മനസ്സ് അശാന്തമാണ്. ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ ഈ ഫലകാമനരഹിതമായി കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം എന്ന് നമ്മൾ പറയുന്നത്. കർമ്മവും കർമ്മയോഗവും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അതേ കർമ്മം, ഒരു മാറ്റവും ഇല്ല. അത് തന്നെ കർമ്മയോഗമായി പരിണമിക്കുന്നു. എപ്പോ ഈ രഹസ്യം മനസ്സിലാക്കി ഫലകാമന ഇല്ലാതെ ചെയ്യുമ്പോൾ. കാരണം എനിക്ക് അതിലേ അധികാരമുള്ളൂ. അധികാരം ഇല്ലാത്തൊന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? ഒരു പ്രയോജനവും ഇല്ല. അധികാരം എവിടെയാണോ അത് ഭംഗിയായി ചെയ്യാം. ശാന്തമാണ്. ശാന്തഭാവമുള്ള ഒരാൾക്ക് അവനവനിൽ നിക്ഷിപ്തമായ കർമ്മത്തെ നന്നായി ചെയ്യാൻ കഴിയും. യാതൊരാളുടെ മനസ്സ് അശാന്തമാണോ അയാൾ ഒരു കർമ്മത്തെയും ഭംഗിയായി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ തത്വം മനസ്സിലാക്കുന്നതോടുകൂടെ നമ്മുടെ കർമ്മം തന്നെ ശുദ്ധമായി തീരും. മാത്രമല്ല അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് ഈ തത്വം എപ്പോഴും ഓർമ്മിക്കുക ജീവിതത്തിൽ. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, മാ കർമ്മഫലഹേതുർഭൂ കർമ്മഫലഹേതു മാ ഭൂ. നീ കർമ്മഫലഹേതു ആവരുതേ. നീ കർമ്മഫലഹേതു ആവരുതേ എന്ന് പറഞ്ഞാൽ അർത്ഥം കേവലം ഫലം ലഭിക്കാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവനാകരുതേ നീ. കേവലം ഫലം ലഭിക്കാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവനാവരുതേ നീ. മറിച്ച് കർത്തവ്യമെന്നറിഞ്ഞ് കർമ്മം ചെയ്യൂ. കർത്തവ്യമാണെന്ന് അറിഞ്ഞ് കർമ്മം ചെയ്യൂ. കർത്തവ്യമാണിത്. എന്നാൽ ചെയ്യപ്പെടേണ്ടതാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഇതിനെ കുശലതയോടുകൂടി ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടു കൂടി കർമ്മം ചെയ്യും. അതെ, അങ്ങനെ കർത്തവ്യതാ ഭാവത്തോടു കൂടി നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളെ ചെയ്യുക. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാകും. എപ്പോഴും തുറന്ന വീക്ഷണത്തോടു കൂടി ജീവിതത്തെ നോക്കി കാണാൻ നമുക്ക് സാധിക്കണം. മാ കർമ്മഫലഹേതുർഭൂ. കർമ്മഫലത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവനാവരുത് നീ. മാ തേ സംഗോസ്ത്വ കർമ്മണി. മാ തേ സംഗോസ്ത്വ കർമ്മണി. നിനക്ക് അകർമ്മത്തിൽ സംഘം വരാതിരിക്കട്ടെ. നീ മടിയനായി പോവാതിരിക്കട്ടെ. ഒന്നും ചെയ്യാതിരിക്കുന്നവനാവരുത് നീ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം. അതേ സമയത്ത് അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടരുത്. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുകയും ഫലത്താൽ ബന്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയുക. ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, യോഗ കർമ്മസു കൗശലം. യോഗം എന്നത് കർമ്മങ്ങളിലുള്ള കൗശലമാണ്. കൗശലമാണ്.
അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ വ്യക്തമായി പറഞ്ഞു തരും എന്താണ് ഈ കൗശലം. ചെയ്യാനുള്ളത് ചെയ്യുന്നു, പക്ഷേ ബന്ധിക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു ചർച്ച വരുന്നുണ്ട്. ശരിയാണ്, നമുക്ക് കർമ്മത്തിലെ അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞത് മനസ്സിലായി. അനേക ദൃഷ്ടാന്തങ്ങൾ സഹിതം നമ്മൾ ചിന്തിച്ചു. തീ തൊടാം, തൊടാതിരിക്കാം, പക്ഷേ പൊള്ളുമെന്നുള്ളതിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതുപോലെ അനേക ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചോളൂ. ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഫലം സ്വാഭാവികമായി വരുന്നതാണ്, അതിൽ നമുക്ക് അധികാരമില്ല. ഇത് മനസ്സിലായി. എങ്കിലും കർമ്മം ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാതെ ഒരു മമത്വം അതിനോട് കൂടെ വന്നു പോകുന്നുണ്ട്. എന്റേത് എന്ന്. ഇതെങ്ങനെ നമുക്ക് ക്രമീകരിക്കാം? ഇവിടെ ഒരു ഉപായം ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു. ഈ ഫലകാമനാരഹിതമായി കർമ്മം ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കാരണം ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആചരിക്കാനൊട്ടും എളുപ്പമല്ല. അറിയാതെ കർമ്മത്തോട് ചേർന്ന് എൻ്റെ എന്നുള്ളത് വരികയാണ്. ഞാൻ എന്ത് ചെയ്യും? താത്വികമായി ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ അറിയാതെ എൻ്റെ വന്നു ചേരുന്നു. ഇവിടെയാണ് ഭഗവാൻ നമുക്കൊരു ഉപായം പറഞ്ഞു തരുന്നത്. ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി കർമ്മം ചെയ്യൂ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും, നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും വന്നു ചേരാൻ സാധ്യതയുള്ള മമത്വത്തെ ഇല്ലാതാക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുക. കർമ്മം ചെയ്യുമ്പോൾ അറിയാതെ മമത്വം വന്നു ചേരുന്നുണ്ട്. അറിയാതെ നോക്കൂ, ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായി മാനിക്കപ്പെടുന്ന ഒരു ബന്ധം പറയാം. മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഉത്കൃഷ്ടമാണ്. പക്ഷെ അവിടെ പോലും അറിയാതെ സങ്കല്പങ്ങൾ വന്നു ചേരുന്നുണ്ട്. അറിയാതെ ഇപ്പൊ ഞാൻ കുഞ്ഞിനെ നോക്കുന്നു, വലുതാവുമ്പോൾ അത് എന്നെ നോക്കുമായിരിക്കും. നോക്കും ആകണം നോക്കും. അപ്പൊ ഉത്കൃഷ്ടതമെന്ന് പറയപ്പെടുന്ന മാതൃപുത്ര ബന്ധത്തിൽ പോലും അറിയാതെ മമത്വഭാവന കലരുകയാണ്. ചിന്തിക്കുക. പലരും മരിക്കണ സമയത്ത് ബന്ധുക്കള് കരയുന്നത് കേട്ടിട്ടില്ലേ? ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ കരയുന്നു, ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവ് കരയുന്നു. എന്നെ ഒറ്റക്കിട്ടേച്ച് പോയതിലല്ല വിഷമം, പോയത് പോട്ടെ, പക്ഷെ എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ളതിലാ വിഷമം. ചിന്തിക്കുക. അയാൾ പോയതിൽ പ്രശ്നമില്ല, പിന്നെ പോണ്ടേ, പിന്നെ പോട്ടെ, പക്ഷെ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ. സംഘം വരുന്ന ആ രീതി. അതുകൊണ്ട് അറിയാതെ കർമ്മത്തോട് ചേർന്ന് വന്നു ചേരുന്ന സംഘത്തെ ജയിക്കുക എന്നുള്ളത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ല. അറിയാതെ എൻ്റെകൾ വരികയായി. എങ്ങനെയൊക്കെയാ വരണമെന്ന് പറയാൻ പറ്റില്ല. ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടിരിക്കുക. ട്രാക്കില് പുറമേ നിന്നൊരാള് ഒരു സീറ്റിലേക്ക് കൊടയിട്ടു.
എന്താ അതിൻ്റെ അർത്ഥം? അയാളുടെ കുട നഷ്ടപ്പെട്ടു എന്നാണോ, അല്ല സീറ്റ് ബുക്ക് ചെയ്തു എന്നാണോ? അറിയില്ല. എന്തായാലും കൊള്ളാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതേ സീറ്റിലേക്ക് വേറൊരാളും കൊണ്ടിട്ടു. കാരണം ഈ കുട അയാൾ കാണുന്നില്ല, ബസ് ട്രാക്കിലാണ്, ഇവർ പുറത്തു നിടുന്നതാണ്. കുറച്ചു നേരം കഴിഞ്ഞു, രണ്ടാളും വന്നു. അപ്പൊ സീറ്റ് ബുക്ക് ചെയ്താണല്ലോ, ഇവന് തിരക്കൊന്നുമില്ലല്ലോ കയറാൻ. എല്ലാ സീറ്റിലും ആൾക്കാർ നിറഞ്ഞു, ഒരു സീറ്റ് ഒഴിച്ചു. ബാക്കി എല്ലാ സീറ്റിലും ആൾ നിറഞ്ഞു. ഒരു സീറ്റ് 2 കുട. രണ്ടുപേരും വന്നു, ഇതെന്റെ സീറ്റാണ്, ഇതെന്റെ സീറ്റാണ്. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കായി. വഴക്ക് മൂത്തും പരിഹാരമില്ല. ഇതെന്റെ സീറ്റാണ്. ഈ 70 വയസ്സ് കഴിഞ്ഞ 2 കൊച്ചു കുട്ടികളും കൂടി ഈ കൊട കൊണ്ട് തമ്മിൽ തല്ലാൻ തുടങ്ങി. കൊട കൊണ്ട് തമ്മിൽ തല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്. കാരണം എന്ത് ഹേതുവായിട്ടാണോ സീറ്റിനോട് മമത്വം വന്നത്, ആ ഉപാധി എടുത്തിട്ട് തല്ലാൻ തുടങ്ങി. കണ്ടക്ടറുമെല്ലാം വന്ന് രണ്ടാളെയും പിടിച്ച് പുറത്താക്കി. നിങ്ങൾ പുറത്തു നിന്ന് തല്ലിക്കോളൂ, ഞങ്ങൾക്ക് പോകണം. എങ്ങനെയൊക്കെയാ മമത്വം വന്ന് ചേരുന്നത്? എന്തിനോടൊക്കെയാ മമത്വം വന്ന് ചേരുന്നത്? ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങൾ. ഒരിക്കൽ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോവുകയാണ്. പട്ടാമ്പി കഴിഞ്ഞു, ഷൊർണൂരിന് മുമ്പാണ്. ട്രാക്കിൽ റിപ്പയർ, റെയിൽവേ ട്രാക്കിൽ. അത് കാരണം ട്രെയിൻ അങ്ങനെ പതുക്കെ 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 നടന്നാൽ പോലും അതിനേക്കാൾ മുമ്പിലെത്തും, അത്ര പതുക്കെയാ പോണത്. അപ്പൊ സൈഡിലുള്ളൊരു പറമ്പിൽ തേങ്ങ പറിക്കുന്നുണ്ട്. നമ്മൾ മുമ്പിലിരിക്കുന്ന 2 വൃദ്ധന്മാരാണ്. ഒരാൾ പറഞ്ഞു, ഒരു 500 തേങ്ങ കാണും ആ പറമ്പിൽ ഒരു വലിക്ക്. എന്ത് 500? 1000-ന് മുകളിലുണ്ടാവും. മറ്റേ ആൾ പറഞ്ഞു, എന്ത് 5000 ഒന്നും ഉണ്ടാവില്ല, ഒരു 500 രൂപ ചുറ്റിപ്പറ്റിയേ ഉണ്ടാവുള്ളൂ. അല്ലെന്നേ, ഒരു 1000-ന് മുകളിലുണ്ടാവും. 2-3-4 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റി രണ്ടാളും. ബഹളായി. 500, 1000, എന്തായിരം? 1000 ഒന്നുമില്ല, 500. ലഹള മൂത്തു, അടിയുടെ വക്കിലെത്തി. അവസാനം ഞങ്ങൾ 2-3 പേര് കൂടി ഇവർ 2 പേരെയും പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റി. എന്നിട്ട് അപ്പുറത്തിരുന്ന അയാൾ പറയാം, അവൻ്റെ ഒരു 500, അവിടുന്ന് അവൻ്റെ 1000. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കഥയല്ല, ഉണ്ടായ സംഭവം മാത്രമായി പറയണതൊക്കെ. എന്ത് ബന്ധമാണുള്ളത്? അവിടെയും എൻ്റെ അഭിപ്രായം ശരി. വണ്ടി വഴിയിലൂടെ കടന്നു പോകുന്നു, വഴിയോര കാഴ്ച കാണുന്നു, കണ്ട് ആസ്വദിക്കണ്ടേ? എല്ലാ വഴിയോര കാഴ്ചകളെയും കണ്ട് ആസ്വദിക്കാൻ പഠിക്കണം. വഴിയോര കാഴ്ചകളിൽ ബദ്ധരായി പോകരുത്. ജീവിതത്തിൽ പല വഴിയോര കാഴ്ചകളും വന്നു പോകും. എല്ലാത്തിനെയും കണ്ട് ആസ്വദിക്കുക. സുന്ദരമാണ് ഈ ലോകം. നമ്മുടെ മനോഭാവം ഒന്ന് ശരിയായാൽ മതി, ലോകം സുന്ദരമാണ്. എന്തൊക്കെ കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ, അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോയിക്കൂടെ? പക്ഷേ വഴിയോര കാഴ്ചയായി എടുക്കേണ്ടുന്ന വിഷയങ്ങളിൽ അറിയാതെ മമത്വം കടന്നു കൂടിക്കഴിഞ്ഞാൽ പോയി, ബന്ധിക്കപ്പെട്ടു. എന്നിരിക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ മമത്വബന്ധം വരാതിരിക്കാൻ എന്താ വഴി? അവിടെയാണ് ഭഗവാൻ പറഞ്ഞത്, ഈശ്വരാർപ്പിതമായി ചെയ്തോളൂ. എൻ്റെ കർമ്മങ്ങളിലൂടെ ഞാൻ ഈശ്വരനെ പൂജിക്കുകയാണെന്ന മനോഭാവം വളർത്തിയെടുക്കും. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ? ഈ ലോകത്തിൽ നീ എന്താണോ ചെയ്യണം? പല ജോലികൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണം. എന്താണോ അത്,
യദശ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ. യജ്ജുഹോഷി, നീ എന്ത് ഹോമിക്കുന്നുവോ, ഹോമം ചെയ്യുമ്പോൾ അഗ്നിഹോത്രത്തിൽ. ദദാസിയത്, നീ എന്ത് ദാനം ചെയ്യുന്നുവോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും ഭഗവാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. യത് തപസ്യസി, നീ എന്ത് തപസ് അനുഷ്ഠിക്കുന്നുവോ. ഇപ്പൊ ലൗകികമായി നീ എന്ത് ചെയ്യുന്നുവോ. യത് കരോഷി, യത് അശ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുവോ. യത് ജുഹോഷി, നീ എന്ത് ഹോമിക്കുന്നുവോ. ദദാസി, നീ എന്ത് ദാനം ചെയ്യുന്നുവോ. യത് തപസ്യസി, നീ എന്ത് തപസ് അനുഷ്ഠിക്കുന്നുവോ. ഹേ അർജുന, നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, തത്കുരുഷ മതർപ്പണം, അത് മുഴുവൻ എന്നിൽ അർപ്പിച്ചു ചെയ്യൂ. നിന്റെ ഓരോ കർമ്മവും ഈശ്വരാർപ്പണമാകട്ടെ. നമ്മുടെ കർമ്മം ഈശ്വരാർപ്പണമായി കഴിഞ്ഞാൽ അതിന്റെ ഫലം സ്വാഭാവികമായി പ്രസാദമാണ്. അർപ്പണഭാവം നമുക്ക് വന്നാൽ അതിൽ നിന്ന് വന്നു ചേരുന്നത് പ്രസാദമാണ്. പ്രസാദത്തിൽ ആരും ബദ്ധരാവാറില്ല. പ്രസാദ ദൃഷ്ടി കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ഗുണദോഷ വിചാരം അവിടെയില്ല. ഭഗവാന്റെ പ്രസാദമാണല്ല. ജീവിതത്തിൽ സുഖം വരട്ടെ ദുഃഖം വരട്ടെ, ഭഗവാന്റെ പ്രസാദമാണ്. സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ഉറപ്പാണ്. ദുഃഖമുണ്ടെങ്കിൽ സുഖവും ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് മാത്രമേ എനിക്ക് വേണ്ടു പറഞ്ഞാൽ സാധ്യമല്ല. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടാവും, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടാവും. ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാവും, ഉറപ്പാണ്. ആരെങ്കിലും പൂജിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരിഭവം പറയുന്നുണ്ടാവും. സംശയമില്ലാത്ത വിഷയം. ശീതമുണ്ടെങ്കിൽ ഉഷ്ണം ഉണ്ടാവും, ഉഷ്ണം ഉണ്ടെങ്കിൽ ശീതം ഉണ്ടാവും. ജീവിതത്തിൽ ദ്വന്ദ്വങ്ങൾ അവശ്യം ഭാവിയാണ്, അവശ്യം ഭാവിയാണ്. ഇത് മാറ്റാൻ നമുക്ക് കഴിയില്ല. ദ്വന്ദ്വങ്ങളോടുള്ള നമ്മുടെ മനോഭാവം മാറ്റാനേ കഴിയൂ. അപ്പോൾ എൻ്റെ കർമ്മങ്ങളിലൂടെ ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യുന്നതെന്ന ഭാവന ആർക്കുണ്ടോ അയാളെ സംബന്ധിച്ച് ഫലം ഭഗവാന്റെ പ്രസാദമാണ്. പ്രസാദ ബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദ്വന്ദ്വം വരില്ല. ദ്വന്ദ്വമുണ്ടെങ്കിൽ പ്രസാദ ബുദ്ധി വന്നിട്ടില്ല. എങ്ങനെ ഭഗവാന്റെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഭഗവാനെ ഞാനിതൊക്കെ അവിടെ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ ഞാൻ അവിടെ അർപ്പിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ടൊരു കാര്യവുമില്ല, ഒരു പ്രയോജനമില്ല. പറയാൻ ആർക്കും സാധിക്കും. ഒരിക്കൽ ഒരു സന്യാസി ആശ്രമത്തിൽ വന്നു. കൊളത്തൂരിലല്ല, ഗുജറാത്തിലുള്ള സമയത്താണ് വന്നു. സ്വാമിജി അദ്ദേഹത്തോട് പേര് ചോദിച്ചു. എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. സന്യാസിക്കോട് എന്ത് പേര് ചോദിക്കാൻ? സന്യാസി എവിടുന്ന് വരുന്നു, എവിടുന്ന് പോകുന്നു എന്ത് ചോദിക്കാൻ? സന്യാസിക്കെല്ലാം സമം. ശരി, സന്തോഷം, അങ്ങിരിക്കും. ഇരുന്നു. വെള്ളമൊക്കെ കൊടുത്തു. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യായിരുന്നു. അടുക്കളയിൽ പരിപ്പ് കറി ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. സ്വാമിജി വരികയും ചെയ്തിട്ട് കൈ നിറയെ 2 പിടി ഉപ്പ് അങ്ങോട്ട് ഇട്ടു അതിലേക്ക്. 2 പിടി നിറയെ ഉപ്പ്. അത് സ്വാമിജി എന്താ ചെയ്യണമെന്ന്? ഉപ്പ് അത് കിടക്കട്ടെ, ചെയ്താ എന്താ അവിടെ കിടക്കട്ടെ. എന്തോ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി.
ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മാഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധീന. ഓം ശാന്തി ശാന്തി ശാന്തി. വായിൽ വെക്കാൻ പറ്റുമോ ഉപ്പായിട്ട്? കഴിക്കുക, അല്ലാണ്ട് നിവൃത്തിയില്ല. എല്ലാവർക്കും ഒന്നു തന്നെയാണ് വിളമ്പിയത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞങ്ങൾ കഴിച്ചു. എങ്ങനെയാ കഴിച്ചതെന്നൊന്നും ചോദിക്കരുത്, കഴിച്ചു. ഇയാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇയാൾ പുകഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ്. എന്താ മഹാത്മാ അങ്ങ് കഴിക്കാത്തത്? അല്ല, അതിൽ ഉപ്പ് കുറവുണ്ടോ? എന്താ വേണോ? കുറച്ചുകൂടി ഇടണോ? എന്താ വേണ്ടത്? അല്ല, ഉപ്പ് കുറവല്ല, ഉപ്പേ ഉള്ളൂ. അതെയോ? അങ്ങ് സന്യാസിയല്ലേ? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എല്ലാം ഈശ്വരാർപ്പണമല്ലേ? കഴിച്ചൂടെ? ഇയാൾ കഴിക്കാണ്ട് എണീറ്റ് പോയി. സന്തോഷം, വളരെ സന്തോഷം. ഇത് കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഞങ്ങൾ സുഖമായിട്ട് കഴിക്കുകയും ചെയ്തു. ഒക്കെ ഈശ്വരാർപ്പണം എന്ന് പറയാൻ എളുപ്പം കഴിയും. ശരിയായ ഭാവന നമ്മളിൽ വളരണം. അതെങ്ങനെ വളരും? ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കൂ. എങ്ങനെ ഈ ഭാവനയെ വളർത്തിയെടുക്കാൻ കഴിയും? ഭഗവാൻ അതിന് നമുക്കൊരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട് ഗീതയിൽ. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. അപ്പൊ നേരത്തെ പറഞ്ഞത് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന. എങ്ങനെ ഈശ്വരാർപ്പണമായി ചെയ്യാൻ കഴിയും? അതിനുള്ളൊരു വീക്ഷണമാണ് ഇവിടെ തരുന്നത്. യതഃ പ്രവൃത്തിർഭൂതാനാം. നീ ഒന്ന് നോക്കൂ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ നീ ഒന്ന് നിരീക്ഷിക്കൂ. എത്രയോ ലക്ഷക്കണക്കിന് ജീവരാശികൾ, എന്തെല്ലാം ഗ്രഹനക്ഷത്രാദി സംഘാതങ്ങൾ. ഇതൊക്കെ എവിടുന്നാ ജനിക്കുന്നത്? കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. അതുറച്ചു മനസ്സിലാക്കണം. എന്നാലേ ശാസ്ത്ര ചർച്ച ചെയ്യാൻ പറ്റൂ. ശാസ്ത്ര ചർച്ച ചെയ്യണമെങ്കിൽ ഈ അടിസ്ഥാന സിദ്ധാന്തം നമ്മൾ ബോധിച്ചിരിക്കണം. കാര്യമുണ്ടെങ്കിൽ കാരണം ഉണ്ടാവും. കാരണത്തിൽ നിന്നാകുന്നു കാര്യം. ആകസ്മികം എന്നൊന്നും ഈ ലോകത്തിലില്ല. ആക്സിഡന്റ് എന്നൊന്നില്ല. കാര്യകാരണ ബന്ധം സർവത്ര ഉണ്ട്. അപ്പോൾ യതഃ പ്രവൃത്തിർഭൂതാനാം. എവിടെ നിന്നാണ് ഈ ഭൂതങ്ങൾ മുഴുവൻ പ്രവൃത്തമാകുന്നത്, ഉദ്ഭവിക്കുന്നത്? എല്ലാ ജീവരാശികളുടെയും കാരണം എന്താണ്? ഒന്ന് ചിന്തിക്കൂ. ജഡമായ ഒന്നിൽ നിന്നാവാൻ തരമില്ല. അചിന്ത്യ രചനാരൂപമായ അത്യന്ത കുശലന്മാരായ ശില്പികൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വൈഭവത്തോട് കൂടിയതാണ്, മഹിമയോട് കൂടിയതാണ് ഈ സൃഷ്ടിജാലങ്ങൾ. ദേശകാല പ്രതി നിയമങ്ങൾ, അത്ഭുതകരമായൊരു ചൈതന്യ സ്വരൂപത്തിൽ നിന്നേ ഈ സൃഷ്ടി ഉണ്ടാവാൻ തരമുള്ളൂ. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം. ഇദം സർവം യേന തതം. ഈ സൃഷ്ടിക്കപ്പെട്ട സകലവും എന്തിനാൽ വ്യാപ്തമാണ്? നീ ചിന്തിക്കൂ. എന്തിനാൽ വ്യാപ്തമാണ്? എന്തിൽ നിന്ന് ആവിർഭവിച്ചു? എന്തിനാൽ നിലനിൽക്കുന്നു? അത്ഭുതകരമായ അചിന്ത്യമായൊരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടെല്ലാം നിലനിൽക്കുന്നെന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതെ,
അണു മുതൽ ബ്രഹ്മാണ്ടം വരെ സകലവും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണെന്ന് മനസ്സിലാവും. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യാചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠതഃ. അല്ലയോ ഗാർഗി, യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, അല്ലയോ ഗാർഗി, ശ്രദ്ധിക്കണേ, വേദത്തിൽ പുരുഷന്മാരോട് എന്ന പോലെ സ്ത്രീകളോടും ഒരുപോലെ ഉപദേശിച്ചു. ശാസ്ത്ര ചർച്ച ചെയ്ത പുരുഷന്മാരുടെ പോലെ തന്നെ ശാസ്ത്ര ചർച്ച ചെയ്ത സ്ത്രീകളും ഉണ്ടായിരുന്നു. മറക്കരുത്, വേദത്തിൽ സ്ത്രീക്ക് അധികാരമില്ല, വേദം ചൊല്ലാൻ പാടില്ല, പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഇടക്കാലത്ത് അന്ധകാരാവൃതമായ ഒരു കാലഘട്ടത്തിൽ ഒട്ടനവധി അബദ്ധ വിശ്വാസങ്ങൾ വ്യാപിച്ചു. വേദത്തിലേക്ക് നോക്കിയാൽ കാണാം, അവിടെ സ്ത്രീ പുരുഷ നപുംസകാദി ഒരു വ്യത്യാസവും. ഏതായാലും ബ്രഹ്മവാദിനിയായ ഗാർഗിയോട് പറയാണ്, ഹേ ഗാർഗി, ഏതസ്യവ അക്ഷരസ്യ പ്രശാസനേ, ഈ നാശരഹിതമായ ഒരിക്കലും നശിക്കാത്ത സനാതനമായ അക്ഷരത്തിന്റെ പ്രശാസനത്തിന് കീഴിൽ, നിയമനത്തിന് കീഴിൽ സൂര്യനും ചന്ദ്രനുമെല്ലാം വിശേഷേണ ധരിക്കപ്പെടുന്നു. സൂര്യചന്ദ്രന്മാർ വിശേഷേണ ധരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ അർത്ഥം, ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളെയും യഥാതഥമായി നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ഒരണു അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ, ഒരല്പവും വ്യതിചലനമില്ലാതെ എല്ലാം ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഈ നിയമവ്യവസ്ഥയെ അത്യന്ത ഹൃദ്യസുന്ദരമായിട്ട് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാഥാതഥ്യതോ അർത്ഥാൻ വ്യദധാത്, എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നു എന്ന്. എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഒരണ്യ കണത്തെ നിരീക്ഷിച്ചാലും ഈ ബ്രഹ്മാണ്ടം അഖിലവും നിരീക്ഷിച്ചാലും ഈ വ്യവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈശ്വരീയമായ വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ധർമ്മം. വ്യവസ്ഥയുടെ നിയാമകന് പറയുന്ന പേരാണ് ഈശ്വരൻ. ധർമ്മസ്യ പ്രഭുരച്യുത. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മഹാവ്യവസ്ഥയ്ക്ക് വിധേയമാണെങ്കിൽ ഇവിടെ നടക്കുന്ന അസംഖ്യേയങ്ങളായ സകല കർമ്മങ്ങളും മഴ പെയ്യുന്നതാവട്ടെ, അഗ്നി ജ്വലിക്കുന്നതാകട്ടെ, ഭൂമി കറങ്ങുന്നതാവട്ടെ, സൂര്യൻ ചലിക്കുന്നതാവട്ടെ, വെള്ളം ഒഴുകുന്നതാവട്ടെ, കുഞ്ഞ് കരയുന്നതോ ചിരിക്കുന്നതോ ആവട്ടെ, ഒരു മൊട്ട് പൂവായി വിടരുന്നതാകട്ടെ, ഈ ലോകത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സകല പ്രതിഭാസങ്ങളുടെയും പിന്നിൽ അത്ഭുതകരമായ ആ നിയമവ്യവസ്ഥയാണ്. എല്ലാ കർമ്മങ്ങളും അതിന് വിധേയമാണ്. ഇതൊരു സത്യം. എങ്കിൽ ഞാൻ എൻ്റെ കർമ്മം എന്നും നീ നിന്റെ കർമ്മം എന്നും പറയുന്നവ ആ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമല്ലേ? അതെ. അപ്പൊ ആ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമാണ് എൻ്റെ കർമ്മം എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പൊ മനസ്സിലാവും, ഭഗവാനെ, എല്ലാ കർമ്മങ്ങളും അവിടുത്തെ കർമ്മങ്ങൾ, എല്ലാം അവിടുത്തെ കർമ്മങ്ങൾ. അവിടുത്തെ കർമ്മം അവിടുത്തേക്ക് തന്നെ അർപ്പിക്കുന്നു. ശരിയായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് എൻ്റെതെന്ന് ഞാൻ കരുതിപ്പോയി. ഇതാ ഞാൻ തിരിച്ചറിയുന്നു, ഇതെല്ലാം അവിടുത്തെ ഒരു വ്യവസ്ഥയാണ്.
ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈശ്വരാർപ്പണം എന്നുള്ളത് സാധിക്കുന്നത്. അല്ലാണ്ട് സാധിക്കില്ല. അല്ലാണ്ട് നമ്മൾ അർപ്പണം എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് തിരിച്ച് പ്രതീക്ഷ ഉണ്ടാവും. ഞാനൊക്കെ അവിടെ അർപ്പിക്കണു ഭഗവാനെ, എൻ്റെ കാര്യം അവിടുന്ന് നോക്കണേ, ഞാൻ എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് സമർപ്പിക്കുകയാണ്, അവിടെ തന്നെ പരിപാലിക്കണം. ഇടേ എല്ലാം സമർപ്പിച്ചാ നിന്നെ പരിപാലിക്കണം, നീ എന്തിനാ പറയണത്? പിന്നെ എന്ത് നീ സമർപ്പിച്ചു? പോട്ടത്തരം പറയണത് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഈ അർപ്പണഭാവം വരണമെങ്കിൽ ഈ പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയണം. വെറുതെ ഞാൻ മിഥ്യാഭിമാനം വെച്ച് കഴിയുകയായിരുന്നു. ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സർവാധികാരിയക്കാരൻ നമ്മൾ തന്നെ അങ്ങ് തോന്നിപ്പോകും നമുക്ക്. നമ്മളെ അതിനെ നിയോഗിച്ച മേലുദ്യോഗസ്ഥനെ നമ്മൾ മറന്നുപോകും. ആ മേലുദ്യോഗസ്ഥൻ അതിന് മേലുദ്യോഗസ്ഥനെ മറന്നുപോകും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകും അകൃത്യം നമ്മൾ ചെയ്യുന്നവരെ. എന്തെങ്കിലും അകൃത്യം ചെയ്യുമ്പോൾ തൂക്കി പുറത്താക്കപ്പെടുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ നിമിഷം വരെ ഞാൻ കരുതിയത് തെറ്റാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഫലകാമനാരഹിതമായി കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു. ഫലകാമനാരഹിതമായി കർമ്മം ചെയ്യാന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്, അത് സാക്ഷാത്കരിക്കാൻ എളുപ്പമല്ല. അതിനുള്ള ഉപായമാണ് ഈശ്വരനെ പൂജിക്കുകയാണെന്നുള്ള മനോഭാവം വളർത്തുക. അപ്പൊ സ്വാഭാവികമായി ഫലകാമനയ്ക്ക് ഉപരിയെത്തും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കർമ്മയോഗം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഒരു കോളേജിൽ ക്ലാസ് എടുക്കുകയായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റിയിൽ. അത് കേട്ട് ഇരിക്കണവർ മുഴുവൻ MBA വിദ്യാർത്ഥികളാണ്, ഒരാരുമില്ല, MBAക്കാർ മാത്രം. പ്രഭാഷണം കഴിഞ്ഞു. സംശയ നിവാരണത്തിന്റെ സമയത്ത് ഒരേ സമയം 3-4 പേര് ചാടി എഴുന്നേറ്റു. പല ഭാഗങ്ങളിൽ നിന്ന് അവർ പ്ലാൻ ചെയ്തിട്ടല്ല, അറിയാനുള്ള ആ ഒരു ഉത്കടമായ ഇച്ഛയോടുകൂടിയിട്ട്. സ്വാമിജി ഇവിടെ ഫലകാമനരഹിതമായി കർമ്മം ചെയ്യാന്നൊക്കെ പറഞ്ഞു, കർമ്മത്തിലേ നമുക്ക് അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളൊക്കെ MBAക്ക് പഠിക്കുന്നവരാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി നേടേണ്ടവരാണ്. ഏത് സ്ഥാപനത്തിലാണോ ഞങ്ങൾ ജോലി ചെയ്യുന്നത് അവിടത്തേക്ക് പരമാവധി ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. ആ സ്ഥാപനത്തിലേക്ക് പരമാവധി ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണ് MBAക്കാരായ ഞങ്ങളെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫലത്തിലൊന്നും ആഗ്രഹിക്കേണ്ട, കർമ്മം ചെയ്താൽ മതി പറഞ്ഞാൽ എന്ത് പ്രാക്ടിക്കാലിറ്റി അതിനുള്ളത്? അതെങ്ങനെ പ്രായോഗികമാകും? ചോദ്യം നല്ല ചോദ്യമാണ് അല്ലേ? നമ്മൾ അവരോട് മറുപടി പറഞ്ഞു. അപ്പോൾ വായിൽ വന്നത് ഇങ്ങനെയാണ്. ശരി, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പരമാവധി ലാഭം ഉണ്ടാക്കണം, ശരിയാണ്, അതിന് തന്നെയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഓരോ സാമ്പത്തിക വർഷത്തിലോ അർദ്ധവർഷത്തിലോ നിങ്ങളുടെയും സ്ഥാപനത്തിൻ്റെയും പെർഫോമൻസ് വിലയിരുത്താൻ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കുമല്ലോ. അതെന്താ? പല സ്റ്റേറ്റ്മെന്റുകളുണ്ടല്ലോ, പല റേഷ്യോകൾ നിങ്ങൾ പഠിക്കുമല്ലോ. അതിന് അടിസ്ഥാന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഉടനെ ഇവർ പറഞ്ഞു ബാലൻസ് ഷീറ്റാണ് സ്വാമി, ബാലൻസ് ഷീറ്റാണ്. നമ്മൾ ചോദിച്ചു ബാലൻസ് ഷീറ്റിലേക്ക് എത്തണമെങ്കിലോ? ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് എഴുതണമെങ്കിൽ അതിനു മുമ്പ് എന്തുണ്ടാക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം.
ചെവി കേൾക്കാത്ത പോലെ അഭിനയിച്ചു. അല്ല, എന്ത് കേട്ടില്ല, എന്താ പറഞ്ഞേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്വാമി. വീണ്ടും അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഒന്നും കൂടി പറയാ, ശരിക്കും മര്യാദയ്ക്ക് ഇങ്ങോട്ട് കേൾക്കില്ല, നിങ്ങൾ ഇത്രയും വലിയ ഹാളിലായതുകൊണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒച്ചത്ത് പറഞ്ഞു എടുത്ത്. അത് തന്നെയാ കേൾക്കേണ്ടത്. പ്രോഫിറ്റ് അക്കൗണ്ട് ആണോ? അല്ല. എന്തുകൊണ്ട് അതിന് പ്രോഫിറ്റ് അക്കൗണ്ട് എന്ന് പേര് കൊടുത്തില്ല? എന്തുകൊണ്ട് അതിന് ലോസ് അക്കൗണ്ട് എന്ന് പേര് കൊടുത്തില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ കുശലതയോടുകൂടി ഭംഗിയായി നടത്തണം. വിജയത്തിന് വേണ്ടി നടത്തണം, ലാഭത്തിന് വേണ്ടി നടത്തണം. പക്ഷേ നടത്തിപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. അതിൻ്റെ പരിണാമമായി പ്രോഫിറ്റ് ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം. ചിലപ്പോൾ പ്രോഫിറ്റ് ആവും, ചിലപ്പോൾ ലോസ് ആവും. സമചിത്തതയോടുകൂടി സ്വീകരിക്കണം. സമചിത്തതയോടുകൂടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ടേമിലേക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോവില്ല. സമ്മതമാണോ? അതെ, സമ്മതമാണെന്ന് അവർ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഫലകാമനയാൽ ബന്ധിക്കപ്പെടാതെ കർത്തവ്യങ്ങളെ കുശലതയോടുകൂടി ചെയ്യണം. കുശലതയോടുകൂടി ചെയ്യണം. വീണ്ടും ആ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നു. ഞങ്ങൾ സ്ഥാപനത്തിന് പരമാവധി ലാഭം ഉണ്ടാക്കണ്ടേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ കർമ്മം പരിപൂർണ വിജയത്തിൽ എത്തണ്ടേ? തീർച്ചയായിട്ടും വേണം. അതിനെന്തെല്ലാം മാർഗങ്ങളാണ് ശാസ്ത്രം ഉപദേശിക്കുന്നത്? ഒരു കർമ്മത്തിന്റെ വിജയം എങ്ങനെ സാധ്യതമാകുന്നു? ഈ വിഷയം നമുക്ക് നാളെ കൃത്യസമയത്തിന് കൂടിയിരുന്ന് ആലോചിക്കാം. കർമ്മമേഖലയിൽ വിജയം വരിക്കാൻ ശാസ്ത്രം എന്തെല്ലാം മാർഗങ്ങളെ പറയുന്നു എന്നുള്ളത്. ശരി.